ഇപ്പൊ നമ്മള് ഇപ്പൊ മ്യൂസിക് ആയാലും സോങ് ആണെങ്കിലും ഒരു മൂവിയിൽ പ്ലേസ് ചെയ്യുന്നതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ. സോ അത് എങ്ങനെ നിങ്ങൾ ഡിസൈഡ് ചെയ്യണത്? കഥ അറിഞ്ഞിട്ടാണോ? കഥ പറഞ്ഞിട്ട് അതിനനുസരിച്ചാണ് ഡയറക്ടർ മഹേഷ് സിറ്റുവേഷൻ പറഞ്ഞു ഇങ്ങനെ ഒരു മൂഡാണ് എന്ന് പറഞ്ഞു. അപ്പം ധ്യാനിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ തന്നെ ഈ പാട്ടിലാണ്. ഞാൻ ആ ഒരു സാധനം ചെയ്തിട്ടുണ്ട്. അത് പ്രൊഡ്യൂസറും എല്ലാവരും ജഡ്ജ്മെന്റ് ചെയ്യുന്നുണ്ട്. അവരെല്ലാവരും ജഡ്ജ്മെന്റ് പുറത്താണ് ഔട്ട് ഇറങ്ങുന്നത്. അവർക്ക് എല്ലാം ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് അത് ഫൈനലൈസ് ചെയ്യുന്നത്. അങ്ങനെയാണ് സാറും വന്ന് പാടിയത്. എം ജി സാർ വന്ന് പാടി. സന്തോഷം. വലിയൊരു ഇതുപോലെ ഭാഗ്യം. എം ജി സാറിന്റെ ഫാനായിട്ടുള്ള ഞാൻ സാറ് തന്നെയാണ് എന്റെ ആദ്യത്തെ പാട്ട് ആദ്യമായി ഫിലിമിൽ സംഗീതം ചെയ്യുന്നത്. അത് പാടുന്നത് തന്നെ ഇഷ്ടമുള്ള ഒരു ഗായകനാണ്. അതാണ് എന്റെ ഒരു ഏറ്റവും വലിയൊരു ഭാഗ്യം. അതിന് അവസരം ഒരുക്കിയ ഈ കുടുംബശ്രീ കുഞ്ഞാറിന്റെ എല്ലാ ടീമുകൾക്കും ഒരുപാട് നന്ദിയുണ്ട്. പ്രത്യേകിച്ച് എസ്പെഷ്യലി ഇതിന്റെ ക്യാമറാമാൻ, എന്റെ സുഹൃത്ത്, എന്റെ ജ്യേഷ്ഠ തുല്യങ്ങളുടെ ലോവൽ, ബാക്കി എല്ലാവരും വലിയ സപ്പോർട്ടായിരുന്നു. മഹേഷ് തന്നെ അസാധ്യമായിട്ടുള്ള ഒരു സംവിധായകൻ തന്നെയാണ്. സംവിധായകനല്ല, ഒരു പാവ സംവിധായകനാണ്. സത്യമായിട്ടും നല്ല സപ്പോർട്ടായിരുന്നു. നല്ല സപ്പോർട്ടാണ്. ഫസ്റ്റ് ടൈം ആണ് നിങ്ങൾ മ്യൂസിക് ഡയറക്ടർ ആയിട്ട് വരുന്നത്. അപ്പൊ അതിന്റെ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നോ? ടെൻഷൻ തീർച്ചയായിട്ടും ഉണ്ടല്ലോ. കാരണം നമ്മളൊരു സാധനം ചെയ്തിട്ട്, കാരണം മഹേഷ് സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അദ്ദേഹത്തിന്റെ 4-5 സിനിമ. അപ്പൊ അത്രയും സീനിയർ ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ എല്ലാ മേഖലയും അദ്ദേഹത്തിന് അറിയാം. ഒരു സിനിമയുടെ A to Z വരെ അണിയറയിലും അരങ്ങത്തും എന്തൊക്കെ നടക്കണം, സോങ് എവിടെ വേണം, ഈ സോങ്ങിന്റെ ആ സോങ് ഏത് തരത്തിലായിരിക്കണം. അതിന്റെ എനിക്കുള്ള പേടിന്ന് വെച്ചാല് ഒരുപാട് തെറിച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. കോമ്പറ്റീഷന്റെ അങ്ങേറ്റമാണ്. പുതിയൊരാൾക്ക് ചാൻസ് കൊടുക്കാൻ കാട്ടി അവരുടെ മനസ്സിൽ എന്റെ അത് എങ്ങനെ ഞാൻ നന്ദി പറഞ്ഞ് തീർക്കുന്ന അറിയില്ല. പക്ഷെ ആ ഒരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. അതും ഡൂ ഇറ്റ് ആണ്. ധ്യാനിന്റെ ഇൻട്രൊഡക്ഷൻ ആണ്. ഇത് എങ്ങനെ ചെയ്യും, ഒരു കൺഫ്യൂഷൻ അല്ല, എങ്ങനെ ചെയ്താൽ ബെറ്റർ ആവും, ഒരു ആശയക്കുഴപ്പമുണ്ടായിരുന്നു എനിക്ക്. നമ്മൾ അത്ര വലിയ ലെജൻഡ് ഒന്നും ഇല്ലല്ലോ, ആദ്യമായിട്ട് ചെയ്യാൻ നിൽക്കില്ല. ശരിയാ, അത് വളരെ നല്ല രീതിക്ക് വന്നിട്ടുണ്ട്. അത് ഭഗവാൻ തന്നിട്ട് തന്നെ ഉള്ളവർക്ക് അനുവായിരിക്കണം. ആ ഒരു ടൂണ് വരാൻ തന്നെ കാരണം. പക്ഷെ ടെൻഷൻ എന്തിനും ഒരു ഉള്ളിലൊരു പേടി എപ്പോഴും ഉണ്ടാവണം. ഒരു ഓവർ കോൺഫിഡന്റ് വലിയൊരു അബദ്ധത്തിലേക്ക് പേടി ഉണ്ടെങ്കിൽ നമ്മൾ ചിട്ടി ഉണ്ടാവും. അതെ, ഇങ്ങനെ ആയിരിക്കണം, പെർഫെക്റ്റ് ആയിരിക്കണം. അത് കുടുംബശ്രീ ആണെങ്കിലും കുടുംബത്താണെങ്കിലും നാട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും അത്യാവശ്യം ഒരു കുറച്ച് പേടി നമുക്കുള്ളത്. നമ്മുടെ ഒരു ചിട്ടയ്ക്ക് അത് അത്യാവശ്യമാണ്. അല്ല, കുറച്ച് പേടി ഉണ്ടാവും. ഭയങ്കര ഫോർവേഡാണ് സംസാരിക്കുന്നത്. പക്ഷെ ഞാനത് പഠിച്ചുകൊണ്ടിരിക്കുകയെന്ന് വെച്ചാല് നമ്മൾ ചിട്ടയായിട്ട് പോയി കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഒതുക്കത്തോട് പോയി കഴിഞ്ഞാൽ താഴ്ന്നുകൊണ്ട് വല്ല പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. എളിമയാണ് വിജയം എന്ന് പറയുന്നത്. അത് തന്നെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷെ ഈ കുടുംബശ്രീ കുഞ്ഞാറിൽ ഒരുപാട് നമ്മൾ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോ ഈ സിനിമയിലാണെങ്കിലും ലിറിസിസ്റ്റ് എന്ന് പറയുന്ന ഒരാൾക്ക് ലൈക്ക് ആ ലൈൻസ് തന്ന ശേഷമാണോ നിങ്ങൾ കമ്പോസ് ചെയ്യാറ്? ഏത് കൂടുതൽ നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നിയിരിക്കുന്നത്? കമ്പോസ് ചെയ്തിട്ടാണോ ബാക്കി? ലിറിക്സ് കിട്ടിയാൽ ഒരു മീറ്റർ ഉണ്ടല്ലോ, ലിറിക്സ് കിട്ടിയാൽ അതിനെ ട്യൂൺ ചെയ്തിട്ട് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. ബെറ്റർ നമ്മളൊരു ട്യൂൺ ഉണ്ടാക്കിയിട്ട് അതിന് ലിറിക്സ് കൊണ്ടുവരുന്ന കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും എന്റെ ഒരു കാഴ്ചപ്പാട്. ഓരോരുത്തർ കുറെ ടൈംസ് പോലെ. ഇപ്പൊ ഇതിനകത്ത് സിജിൽ കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞത് പുള്ളിക്കാരൻ ഒരുപാട് ലളിത ഗാനങ്ങൾക്ക് ലിറിക്സ് ചെയ്തിട്ടുണ്ട്. നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ടോ? ഇപ്പോഴും മെയിൻ A1 പ്രോഗ്രാംസിലെല്ലാം മൂപ്പര പാട്ട് പാടാറുണ്ട്. അപ്പൊ സാറ് എന്റെ ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള ആൽബംസ്, അതുപോലെ തന്നെ ആഡിൽ ജിങ്കിൾ മോഡൽ എന്നൊക്കെ പറയും. അപ്പൊ അതിനെല്ലാം ലിറിക്സ് എന്റെ സാറ് തന്നെയാണ് ചെയ്തത്. സിജിൽ കൊടുക്കുന്ന തന്നെ ചെയ്തത്. അപ്പൊ ഞാൻ സാറേ ഇങ്ങനെ സംഭവം കിട്ടിയിട്ട് പൊളിച്ചു, നമുക്ക് പൊളിക്കണം എന്നൊക്കെ പറയും. അപ്പൊ വരികൾ തരുമോ? അത് ഞാൻ ട്യൂൺ ചെയ്യുന്നു. ആദ്യം ശ്രീ ട്യൂൺ ചെയ്യുന്ന പറഞ്ഞു. ഈ ട്യൂൺ ഏത് ട്യൂൺ ഉണ്ടാക്കുന്ന സംഭവം ഉണ്ടല്ലോ. അപ്പൊ ഞാൻ പോട്ട് വെച്ചിലാണ് താമസിച്ചായിരുന്നു. അപ്പൊ അവിടെ കടലിൽ മറ്റുള്ള പശ്ചാത്തലം കയറും. അപ്പൊ ദിവസം വൈകുന്നേരം ഞങ്ങൾ അങ്ങോട്ട് പോകും ട്യൂണ് കിട്ടാൻ വേണ്ടിട്ട്. സാർക്ക് ലിറിക്സും കിട്ടുള്ളൂ. അപ്പം ഞാനങ്ങനെ പോയപ്പോ സമയത്ത് സാർ എന്തെങ്കിലും സാധനം കിട്ടുന്നത്, അപ്പൊ നമുക്ക് നാളെ തന്നെ കൊടുക്കണം, ശ്രീ എന്തെങ്കിലും സാധനം കിട്ടുന്നു പറഞ്ഞു. അപ്പൊ അവിടെ ഒരു കവല പോലെ എനിക്ക് ഫീൽ ചെയ്തു. ആ ഒരു ജംഗ്ഷൻ കവല പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പൊ അങ്ങനെ ഒരു ആഡ് ഈ സിനിമയ്ക്കകത്ത് ധ്യാന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്. അപ്പൊ ഈ കവലയിൽ ഒരു പുലി ഉണ്ടെങ്കിൽ അത് ഇവനാണ്, ഉടയവൻ ഒരുമ്പെട്ട പാട്ടാണ്, തിരയൊഴിയ തീരത്ത് കുഞ്ഞാട്. ഇതാണ് ലിറിക്സ്. അത് ഞാൻ തന്നെയാണ് ഇട്ടത്. അതിനുശേഷം പിന്നെ സാർ അവിടെ തുടങ്ങി ചെമ്പരന്തേ എന്ന് തുടങ്ങി. പിന്നെ മുഖത്തിലെ കാവൽ എന്നുള്ള പല്ലവിലൂടെ പാട്ട് പോകും. പാട്ട് കേട്ടായിരുന്നു. മുഖത്തിലെ കാവ് എന്ന് പറഞ്ഞാൽ എവിടെ അങ്ങനെ ഉണ്ടല്ലേ? മുഖത്തിലെ കാവ് മറ്റേ കൊല്ലത്തിൽ ഉണ്ടല്ലേ?
ചെമ്പരുന്തേ ചെമ്പരുന്തേ നേരം പോയി നീ അറിഞ്ഞോ കാവിലിന്ന് പാട്ടും പൂരവും തകതി വിതൈ ഇങ്ങനെ പോകുന്ന ഒരു സാധനം. മുഖത്തല കാവിൽ പൂരം വരവുണ്ടേ. ഈ ലിറിക്സ് ശരിക്കും ശ്രീകുമാർ സാറിന്റെ സൗണ്ട് കൂടെ ആവുമ്പോ അടിപൊളിയായിരിക്കും. അത് കേൾക്കുമ്പോ തന്നെ മനസ്സിലാവും, നമുക്ക് ആലോചിക്കാൻ പറ്റും എങ്ങനെയായിരിക്കും. ഒരു മെലഡിയുടെ ഒരു ഉസ്താദാണ്. അത് ഏത് പാട്ട് എടുത്ത് നോക്കിട്ടോ. ഇപ്പം സാറിന് ഒരു ഫാസ്റ്റ് നമ്പർ ആണെങ്കിലും എല്ലാത്തിനും ഒരു മെലഡി ഫീൽ ചെയ്യും. അപ്പൊ സാറ് അതുപോലെ ഇട്ട് തന്നിട്ട് എനിക്ക് എങ്ങനെയുണ്ടായിരുന്നു റിമി ടോമി ആ ഒരു മ്യൂസിക് പാടിയ സമയത്ത് ആളുടെ ഒപ്പം വർക്ക് ചെയ്യാന്? റിമിറ്റിന് അസാധ്യമായിട്ടുള്ള സിംഗറാണ് എല്ലാം. ആള് പിന്നെ ജഗ ജഗ എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ആളല്ലേ, റേഞ്ചിൽ പാടാൻ പറ്റുന്ന ഒരു സിംഗറാണല്ലേ. സത്യമായിട്ടും എനർജി അതേ പോലെ ജഗ ജഗ എന്ന് പറഞ്ഞിട്ട് റിമിയുടെ അടുത്ത് നമ്മള് സംസാരിക്കുമ്പോൾ പാട്ട് പറഞ്ഞു കൊടുക്കുമ്പോഴൊക്കെ സമയത്ത് നമുക്ക് തന്നെ ഒരു റിമി കുറച്ചും കൂടി ഒന്നും പറയുന്ന കാര്യമൊന്നുമില്ല. റിമി ഓട്ടോമാറ്റിക് ഇട്ട് തന്നോല്ലേ അത്രയും റേഞ്ചിൽ പാടാൻ നമ്മൾ കുറച്ച് ബ്രേക്ക് ചെയ്തോട്ടെ അങ്ങനെയൊക്കെ പറയാം. അങ്ങനെ ഒന്നുമില്ല, വെച്ചാലേക്ക് പറയാം ഇനി അപ്പുറത്ത് കയറണം അങ്ങനെയൊക്കെ പറയുന്ന ഒരു ഫ്ലെക്സിബിൾ ആണ്, ഭയങ്കര ഫ്ലെക്സിബിൾ എനർജി അല്ല റിമി, എല്ലാവർക്കും അറിയാവുന്നല്ലോ.